നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. കൊടകര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി. ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി. ദേശീയ സൈക്കിൾ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള കേരള ടീമിൽ അംഗമായ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിയ സായൂജിന് SPCയുടെ സ്നേഹാദരം. ബാറിൽ അക്രമം കാണിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ മാള പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. ബസാർ റോഡിലെ SBI ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒലഴിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കേച്ചേരി സ്വദേശി കൂള വീട്ടിൽ ലിസ്റ്റിൻ പുതുക്കാട് പോലീസിൽ കീഴടങ്ങി. തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് സംഭവം. ബസ് ഇറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിയുടെ മുൻപിൽ വെച്ച് ലിസ്റ്റിൻ ബിബിതയെ കുത്തുകയായിരുന്നു. റോഡിൽ വീണുകിടന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. 9 തവണ യുവതിക്ക് കുത്തേറ്റു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയുകയാണ്. 10 വയസ്സുള്ള ഇവരുടെ മകൻ ലിസ്റ്റിന്റെ കൂടെയാണ്. മകന്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യവും ഭാര്യയോടുള്ള സംശയവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. കുറച്ചുനാൾ മുൻപ് ബാങ്കിലെത്തി ഭാര്യയെ ആക്രമിച്ച സംഭവത്തിൽ ലിസ്റ്റിനെതിരെ പുതുക്കാട് പോലീസിൽ പരാതിയുണ്ട്. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ബസാർ റോഡിലെ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയാണ് നടക്കുന്ന സംഭവം. ബസാർ റോഡിലെ SBI ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒലഴിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ബസ് ഇറങ്ങി നടന്നു വരുന്നതിനിടെ ഭർത്താവ് ഇവർക്ക് നേരെ ഓടിവരികയായിരുന്നു. ലിസ്റ്റിൻ വരുന്നത് കണ്ട് ഓടി മാറാൻ ശ്രമിച്ച ബിബിതയെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. റോഡിൽ വീണ് നിലവിളിച്ച യുവതിയെ വീണ്ടും വീണ്ടും ഇയാൾ കുത്തി. 9 തവണ നടു റോഡിലിട്ട് യുവതിയെ കുത്തി. സംഭവശേഷം പുതുക്കാട് പോലീസിൽ കീഴടങ്ങിയ ഇയാൾ കസ്റ്റഡിയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ യുവതി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കൊടകര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി. മുഖ്യമന്ത്രിയുടെ 12 പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ അനധികൃതമായി നിർമ്മിച്ച നിർമ്മാണ പ്രവൃത്തികളാണ് ഹൈക്കോടതിയുടെ വിധിപ്രകാരം പൊളിച്ചുമാറ്റിയതായി പറയുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പിള്ളി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിധി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പക്ഷേ യാതൊരുവിധ നടപടികളും ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ഇത് എത്രയും പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്ന് ഉത്തരവിട്ടിട്ട് പോലും ഹൈക്കോടതി വിധിയെ പുല്ലുവില കൽപ്പിക്കാതെ കൊടകര പഞ്ചായത്ത് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതിയാക്കി കോടതി ലക്ഷ്യത്തിന് വീണ്ടും കേസ് ഫയൽ ചെയ്തപ്പോഴാണ് പഞ്ചായത്ത് അവസാന നിമിഷമെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചത്. വിധി വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതിയാക്കി കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. തുടർന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം പൊളിച്ചു മാറ്റിയത്. അഡ്വക്കേറ്റ് വിജയഭാനുവാണ് കേസിനുവേണ്ടി ഹാജരായത്.
ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി. പ്രസിഡന്റ് ടി.പി. രാജന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സി.പി. സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണവും കെ.എ. പൌലോസ്, ഷോൺ പെല്ലിശ്ശേരി എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. ജില്ലാ കലോത്സവത്തിൽ വിജയികളായ ആൻട്രീസ പോൾ, ദേവി മിത്ര എന്നിവരെ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി.എസ്. സുരേഷ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ നീത പോൾ, വിൽസൺ മേച്ചേരി, ജോസ് പോൾ തച്ചുപറമ്പിൽ, ടി.ജെ. ആസാദ്, വാസുദേവൻ പനമ്പിള്ളി, എസ്. ശ്രീകുമാർ, രാജു വെട്ടിയാട്ടിൽ, പോൾ മാളക്കാരൻ എന്നിവർ സംസാരിച്ചു. വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടി.പി. രാജൻ, ചെയർമാൻ വിൽസൺ മേച്ചേരി, വൈസ് പ്രസിഡന്റ് എസ്. ശ്രീകുമാർ, സെക്രട്ടറി ടി.ജെ. ആസാദ്, ജോയിന്റ് സെക്രട്ടറി രാജു വെട്ടിയാട്ടിൽ, ട്രഷറർ ജോസ് പോൾ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ദേശീയ സൈക്കിൾ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള കേരള ടീമിൽ അംഗമായ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിയ സായുജിന് എസ്.പി.സിയുടെ സ്നേഹാദരം. ചെമ്പൂച്ചിറ എസ്.പി.സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ആദരവിൽ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ പ്രീത ടീച്ചറും പ്രധാന അധ്യാപിക കൃപ ടീച്ചറും സ്കൂൾ പി.ടി.എ പ്രസിഡന്റ് പ്രശാന്തും ചേർന്ന് സ്നേഹോപഹാരം സമ്മാനിച്ചു. വിദ്യാലയത്തിൽ നിന്നും ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടിയ മോണോ ആക്ട് ജില്ലാതല വിജയി അനനിയസ് ടിറ്റിനെയും എസ്.പി.സിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സി.പി.ഒ അജിത ടീച്ചർ, എ.സി.പി.ഒ വിസ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും മറ്റധ്യാപകരും പി.ടി.എ അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ചാലക്കുടി കൂടപ്പുഴ മനക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിതറി സാമൂഹ്യവിരുദ്ധർ. ഞായറാഴ്ച ഉച്ചയോടെയാണ് സാമൂഹ്യവിരുദ്ധർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടങ്ങുന്ന ചാക്കുകൾ ഉപേക്ഷിച്ചു പോയത്. തെരുവുനായ്ക്കൾ മാലിന്യ ചാക്ക് വലിച്ചുകീറി റോഡിൽ വിതറി. തുണികളും പ്ലാസ്റ്റിക് കവറുകളും അടങ്ങുന്ന മാലിന്യങ്ങളാണ് ഇതിലുള്ളത്. തൊട്ടരികിലെ വീടുകളിലേക്കും യാത്രക്കാർക്കും ദുരിതമാണ്. ഇത്തരം സാമൂഹ്യവിരുദ്ധരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. നിസാര പൈസ അവർ മേടിക്കണുള്ളൂ. എന്നിട്ട് ഇതേമാതിരി അക്രമം കാണിക്കാൻ പാടില്ല ആരായാലും. ഇത് ചെയ്ത് വളരെ മോശം തന്നെയാണ്. ഈ പ്ലാസ്റ്റിക് ഇതേമാതിരി റോട്ടിലിട്ട് പട്ടിയും പൂച്ചയും കാക്കയും കൊത്തിവലിച്ച് പരിവാക്കി. മാള അന്നമനടയിൽ ബാറിൽ അക്രമം കാണിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ മാള പോലീസ് പിടികൂടി. അങ്കമാലി വട്ടപ്പറമ്പ് സ്വദേശി മഴുവഞ്ചേരിൽ വീട്ടിൽ റിജോയാണ് പോലീസ് പിടിയിലായത്. അന്നമനട കുമ്പിടിയിലുള്ള തറവാട് ബാറിൽ പാർക്കിംഗ് ഗ്രൌണ്ടിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അക്രമം നടത്തിയ കേസിലാണ് പിടിയിലായത്. അങ്കമാലി, ചെങ്ങമനാട്, കൊരട്ടി, മാള തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. കൊലക്കേസ് പ്രതിയും കാപ്പ പ്രകാരം എറണാകുളം ജില്ലയിൽ നിന്നും നാടുകടത്തപ്പെട്ട ആളുമാണെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ. ശ്രീനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ്, ഫഹദ്, അഭിലാഷ്, ഷറഫുദ്ദീൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു ദേവസി, ഹോം ഗാർഡ് വിനോദ് എന്നിവരാണ് ഉണ്ടായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 7,130 രൂപ, പവന് 57,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു.
കൊടകര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി. ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി. ദേശീയ സൈക്കിൾ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള കേരള ടീമിൽ അംഗമായ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിയ സായൂജിന് SPCയുടെ സ്നേഹാദരം. ബാറിൽ അക്രമം കാണിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ മാള പോലീസ് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.